ഇന്ന് 2024 മെയ് 23 മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന ടർബോ എന്ന മലയാള സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. 2024 ജനുവരി മാസം മുതൽ മെയ് മാസം പകുതി വരെ തന്നെ മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി ആഗോളതലത്തിൽ തന്നെ 1000 കോടിയിലധികം കളക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ടർബോയുടെ റിലീസോടുകൂടി വീണ്ടും ഒരു 250-300 കോടി കൂടി കളക്ട് ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പ്രമയോഗത്തിന് ശേഷം മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന ഈ സിനിമ മലയാള സിനിമയിലൊരു നാഴികക്കല്ല് തന്നെയാണ്. ടർബോ സിനിമയുടെ ഡയറക്ടർ പുലിമുരുകൻ എന്ന ജനപ്രിയ മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്ത വൈശാഖാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അഞ്ചാം പാതിര, ആടൊരു ഭീകരജീവി എന്നീ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ മിഥുൻ മാനുവൽ തോമസ് ആണ്. ഇതിൽ മമ്മൂട്ടിയാണ് ടർബോ ജോസ് എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കന്നഡ നടനായ വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്നത് രാജ് ബി ഷെട്ടിയാണ്. അഞ്ജന ജയപ്രകാശ് ഇന്ദുലേഖ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ശബരീഷ് ശർമ്മ പ്രേമം എന്ന സിനിമയിലെ പാട്ടെഴുതിയ അദ്ദേഹം ഒരു പ്രധാന റോളിൽ തിളങ്ങുന്നു. ബിന്ദു പണിക്കരാണ് റോസക്കുട്ടി എന്ന പേരിൽ ടർബോ ജോസിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഇതിൽ അന്യഭാഷയിൽ നിന്ന് തെലുങ്കിൽ നിന്നുള്ള ഓട്ടോ ബില്ല എന്ന പേരിൽ സുനിൽ എന്ന നടനും തമിഴ് കൊമേഡിയനായ നമോ നാരായണൻ ദില്ലി ബാബു എന്ന പേരിലും അഭിനയിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മമ്മൂട്ടി കമ്പനിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മയാണ്. എഡിറ്റർ ഷമീർ മുഹമ്മദ്. ഇതിലെ സ്റ്റണ്ട് രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫിനിക്സ് പ്രഭുവാണ്. എടുത്തു പറയേണ്ടത് പള്ളിപ്പെരുന്നാളിന് നടക്കുന്ന സംഘടന രംഗവും പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഘടന രംഗവും വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. വിഷ്വൽ ഇഫക്ട്സ് ഇതിൽ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡിക്സൺ പി ജോയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. ഇടുക്കിയിൽ ആരംഭിക്കുന്ന കഥ ചെന്നൈയിലേക്ക് മാറി ഇങ്ങനെ ഈ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഷൂട്ടിംഗ് നടക്കുക. അവസാനിപ്പിക്കാൻ കഴിയാത്തതൊന്നും അയാൾ തുടങ്ങി വയ്ക്കാറില്ല സാറേ എന്ന പഞ്ച് ഡയലോഗ് ഇന്ദുലേഖ വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ തിയേറ്റർ ഒന്നാകെ കൈയടിക്കുന്നത് കാണാൻ സാധിച്ചു. ടർബോ 2 ഉണ്ടാകാൻ സാധ്യത പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടാണ് ഫിലിം അവസാനിക്കുന്നത്. 72 വയസ്സുള്ള മമ്മൂക്ക അസാധാരണ മെയ്വഴക്കത്തോടുകൂടിയാണ് ഇതിനകത്തെ ഫൈറ്റ് രംഗങ്ങൾ അഭിനയിക്കുന്നത്. ചില കാർ റേസിംഗ് രംഗങ്ങളുണ്ട്. അത് ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള രംഗങ്ങളാണ്. വളരെ മികവോടുകൂടി തന്നെയാണ് അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും നല്ല ഒരു അടിപൊളി പടം തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോ.